പാൽക്കടലിൻ്റെ പുത്രനായ ജലന്ധരൻ്റെ ഉൽപ്പത്തി കഥയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പാർത്ഥസാരഥീയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉഗ്രപ്രഭാവാനായിരുന്ന ഒരു അസുരനായിരുന്നു ജലന്ധരൻ. പാൽക്കടലാണ് ജലന്ധരൻ്റെ പിതാമഹൻ. ദേവന്മാർ അമൃതിനു വേണ്ടി പാലാഴി കടഞ്ഞ ആ ഒരു വിവരം രാഹുവിൽ നിന്നും അറിഞ്ഞ ജലന്ധരൻ ദേവന്മാരുമായൊരു ഘോരയുദ്ധം നടത്തുകയും യുദ്ധത്തിൽ ഇന്ദ്രനും ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവും പരാജിതരാവുകയും ഭഗവാൻ മഹാവിഷ്ണുവിനെ ബന്ധിച്ച് ജലന്ധരൻ സമുദ്രത്തിൽ ഒളിപ്പിക്കുകയും ചെയ്തു. ഈ വിവരമറിഞ്ഞ് കോപിഷ്ഠനായ ഭഗവാൻ ശ്രീ പരമേശ്വരൻ പടക്കളത്തിലേക്കിറങ്ങി ജലന്ധരനെ വധിച്ചു. ജലന്ധരൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചൊരു കഥയുണ്ട്. ഒരിക്കൽ ദേവഗുരുവായ ബൃഹസ്പതിയും ദേവേന്ദ്രനും കൂടി ശിവഭഗവാനെ ദർശിക്കുവാനായി ഭക്തിപൂർവം കൈലാസത്തിലെത്തി. ഭഗവാൻ ഈ വിവരം എങ്ങനെയോ അറിയുകയും ഭഗവാൻ ശ്രീ മഹേശ്വരൻ ഗുരുവിൻ്റെയും ഇന്ദ്രൻ്റെയും അജ്ഞാനത്തെ അറിവിനെ ഒന്ന് പരീക്ഷിക്കുവാൻ നിശ്ചയിക്കുകയും ചെയ്തു. ദിഗംബരനായി നിന്നുകൊണ്ട് അവരുടെ വഴി തടഞ്ഞു ഭഗവാൻ. അദ്ദേഹം ശിരസിൽ ജട കെട്ടിയിരുന്നു. മുഖത്തിൽ അത്യന്തം കാന്തി പരന്നിരുന്നു. വളരെ സന്തോഷത്തോടുകൂടി അവിടെ എത്തിയ ബൃഹസ്പതിയും ഇന്ദ്രനും വഴി തടഞ്ഞു നിൽക്കുന്ന ഭയങ്കരനായ ആ അത്ഭുതരൂപിയെ കണ്ടു. ആ തടിച്ച മനുഷ്യൻ അതിതേജസ്വിയും ശാന്തനുമായി കാണപ്പെട്ടു. അപ്പോൾ നീണ്ട കൈകളും വിരിഞ്ഞ മാറിടവും ഭയാനകമായ കണ്ണുകളും വെളുത്ത നിറമുള്ളവനുമായിരുന്നു ആ പുരുഷൻ. അങ്ങനെയുള്ള ആ ഭീമാകാരനായ ആ ഒരു പുരുഷനെ കണ്ട ദേവേന്ദ്രൻ വലിയ അഹങ്കാരത്തോടുകൂടി ചോദിച്ചു, നീ ആരാണ്? എവിടെ നിന്നാണ് വരുന്നത്? നിന്റെ പേരെന്താണ്? ദേവേന്ദ്രന് ശരിക്കും ആളെ മനസ്സിലാകാത്തതുമൂലം വീണ്ടും ചോദിച്ചു. ശംഭു അവിടെ ഉണ്ടോ? ഒന്ന് പോയി തിരക്കി വരിക. ഇന്ദ്രൻ ചോദിച്ചത് കേട്ടിട്ടും ദിഗംബരൻ കേട്ട ഭാവം പോലും കാണിച്ചില്ല. വീണ്ടും ഇന്ദ്രൻ ചോദിച്ചു. എങ്കിലും ആ താപസൻ ഒന്നും പറഞ്ഞതുമില്ല. എന്നാൽ ദേവേന്ദ്രനുണ്ടോ വിടുന്നു. അയാൾ ധിക്കാരപൂർവം പിന്നെയും അതേ ചോദ്യം തന്നെ ആവർത്തിച്ചു. എന്നാൽ പരമേശ്വരനാവട്ടെ ഇന്ദ്രനെ പരീക്ഷിക്കുന്നതിന് മൗനമായി നിന്നതേയുള്ളൂ. താൻ പല പ്രാവശ്യം ചോദിച്ചിട്ടും ഒന്നും മിണ്ടാതെ നിൽക്കുന്ന ആ പുരുഷനെ കണ്ടിട്ട് ഇന്ദ്രന് വീണ്ടും കോപം വന്നു. അയാൾ തന്നെ അവഗണിച്ചതിനാൽ ഇന്ദ്രൻ ദേഷ്യത്തോടുകൂടി ചോദിച്ചു, അഹങ്കാരി, നിന്റെ ചെവികൾക്ക് വല്ല കുഴപ്പവുമുണ്ടോ? ഞാൻ എത്ര തവണ നിന്നോട് ചോദിച്ചോ, നീ മറുപടി പറഞ്ഞില്ല. എന്നാൽ നിന്റെ ഈ ധിക്കാരത്തെ ഞാൻ ഇപ്പോൾ തീർത്തു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ തൻ്റെ വജ്രായുധം എടുത്ത് വഴിമുടക്കി നിന്ന അദ്ദേഹത്തിൻ്റെ നേരെ ഓങ്ങി. തൽക്ഷണം മഹേശ്വരൻ ഇന്ദ്രൻ്റെ ആ വജ്രായുധത്തെ സ്തംഭിപ്പിച്ചു കളഞ്ഞു. തുടർന്ന് ഭയപ്പെടുത്തുന്ന നോട്ടത്തോടുകൂടി വേഷം മാറിയ ഭഗവാൻ നിന്നു. പെട്ടെന്നൊരു തേജസ്സിൽ നിന്നും ഭയങ്കരമായ അഗ്നിജ്വാലകൾ ഉയരുകയും ഒപ്പം ഇന്ദ്രൻ്റെ കൈയും നിശ്ചലമാവുകയും ചെയ്തു. കുപിതനായ ദേവേന്ദ്രൻ ദേഷ്യം കൊണ്ട് വിറച്ചു. സ്വന്തം തേജസ്സാൽ ജ്വലിക്കുന്നൊരു പുരുഷനെ കണ്ട് ബൃഹസ്പതിക്കത് ലോകനാഥനായ ഹരനാണെന്ന് മനസ്സിലായി. പെട്ടെന്ന് തന്നെ അദ്ദേഹം സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. പിന്നീട് കൂപ്പുകൈകളോടുകൂടി നിന്ന് അദ്ദേഹം ഭഗവാനെ സ്തുതിച്ചു. ഇതു കണ്ട് പരിഭ്രാന്തനായിത്തീർന്ന ഇന്ദ്രൻ താൻ പ്രഹരിക്കാൻ ഒരുമ്പെട്ടത് സാക്ഷാൽ ചന്ദ്രചൂഡനെയാണല്ലോ എന്നോർത്ത് ദുഃഖിക്കുകയും ബൃഹസ്പതിയുടെ നിർദ്ദേശത്താൽ ദേവേന്ദ്രൻ ഭഗവാന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിക്കുകയും ചെയ്തു. അപ്പോൾ ബൃഹസ്പതി ഭക്തിപുരസരം ഭഗവാനോടായി പറഞ്ഞു, മഹാദേവ, അങ്ങയെ അറിയാതെ ധിക്കാരപൂർവം പെരുമാറിയ ദേവേന്ദ്രനോട് അങ്ങ് ക്ഷമിക്കണം. അങ്ങയുടെ പാദങ്ങളിൽ പ്രണമിച്ചിരിക്കുന്നവനെ ഉദ്ധരിക്കണമേ ഭഗവാനെ. അവിടുത്തെ ആ നയനങ്ങളിലെ കോപത്തെ ശാന്തമാക്കി ദേവേന്ദ്രനെ അങ്ങ് രക്ഷിച്ചാലും പ്രഭു, ദേവദേവ, ഭഗവാനെ എന്നെല്ലാം വിളിച്ച് ഭഗവാനെ സന്തുഷ്ടനാക്കി ബൃഹസ്പതി. ഗുരുവിൻ്റെ ആ പ്രാർത്ഥന കേട്ട് ദയാവാരിധിയായ ഭഗവാൻ ശങ്കരൻ ഇടിനാദം പോലെയുള്ള ഗംഭീരമായ സ്വരത്തിൽ പറഞ്ഞു, എൻ്റെ കണ്ണിൽ നിന്നുണ്ടായ ആ കോപത്തെ ഞാൻ തടയാം. പക്ഷേ സർപ്പം പൊഴിച്ച പടത്തെ വീണ്ടും ധരിക്കാനാകുമോ ബൃഹസ്പതി? ഭഗവാന്റെ ഈ മറുപടി കേട്ട് ഗുരു ബൃഹസ്പതി പറഞ്ഞു, ദേവാ, ജഗദീശ്വര,
അദ്ദേഹം ഭയത്താലും സങ്കടം കൊണ്ടും മനം നൊന്തവനാണ്. അതുകൊണ്ട് തന്നെ ഭക്തവത്സലനായ ഭഗവാനെ ശങ്കര, അങ്ങയുടെ കോപം കൊണ്ടുണ്ടായ അത്യുഗ്രമായ തേജസ്സിനെ അവിടുന്ന് മറ്റെവിടെയെങ്കിലും നിക്ഷേപിച്ചാലും സകലരെയും രക്ഷിക്കുന്ന അങ്ങ് ഈ പുരന്ദരൻ്റെ അപരാധത്തെ ഒന്നു പൊറുത്താലും. അങ്ങനെ ബൃഹസ്പതിയുടെ ഈ അപേക്ഷ കേട്ട ഭഗവാൻ മഹേശ്വരൻ സന്തുഷ്ടനായി ഇങ്ങനെ പറഞ്ഞു: ഗുരു, നിങ്ങളുടെ ഈ ഭക്തിയിൽ നാം സംപ്രീതനായിരിക്കുന്നു. അതിനാൽ തന്നെ നാം ഇതാ നിങ്ങൾക്ക് ഉത്തമമായ വരം നൽകുന്നു. ഇന്ദ്രന് ജീവൻ നൽകിയതിനാൽ നിനക്ക് ജീവ എന്നു പേരുള്ളൊരു പ്രസിദ്ധമായൊരു പേരുണ്ടാവും. മാത്രമല്ല, ദേവേന്ദ്രനെ വധിക്കുവാൻ എൻ്റെ മൂന്നാമത്തെ തൃക്കണ്ണിൽ നിന്നും ഉണ്ടായ ഈ അഗ്നിയെ ഇന്ദ്രനെ ഉപദ്രവിക്കാത്ത വിധം തീർച്ചയായും നാം ദൂരേക്കു കളഞ്ഞേക്കാം. ഇത്രയും പറഞ്ഞ ശേഷം ഭഗവാൻ സദാശിവൻ ആ അഗ്നിയെ കയ്യിൽ എടുത്ത് ലവണസമുദ്രത്തിലേക്ക് എറിഞ്ഞു. എന്നിട്ട് ഭഗവാൻ അന്തർധാനം ചെയ്യുകയും ചെയ്തു. ദേവേന്ദ്രനാവട്ടെ ഗുരുവിനോടൊപ്പം സന്തോഷപൂർവ്വം സ്വസ്ഥാനത്തേക്ക് മടങ്ങുകയും ചെയ്തു. ഉപ്പുകടലിൽ വീണ പരമേശ്വരൻ്റെ ആ രേതസിൽ നിന്നും ഉടനെ തന്നെ ഒരു ബാലൻ ഉണ്ടായി. സിന്ധു ഗംഗാ സംഗമസ്ഥാനത്ത് വെച്ചുണ്ടായ ആ ബാലൻ സകലരെയും പേടിപ്പെടുത്തും വിധം ഉറക്കെ കരഞ്ഞു. ആ കരച്ചിലിൻ്റെ ശബ്ദത്താൽ ഭൂകമ്പമുണ്ടായി എന്നാണ് പറയുന്നത്. മാത്രമല്ല, സ്വർഗവും സത്യലോകവും ബധിരമായി തീരുകയും ചെയ്തു. ഭൂലോകം മുഴുവനും ഇളകി. ഇതുകണ്ട് പരിഭ്രാന്തരായ ദേവന്മാരും ലോകപാലകന്മാരും ബ്രഹ്മാവിനെ അഭയം പ്രാപിച്ചു. അവർ വിധാതാവിനെ സ്തുതിച്ചുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം പറയുകയും ചെയ്തു. ഇതു കേട്ട് സൃഷ്ടികർത്താവായ ബ്രഹ്മദേവൻ വിസ്മയിച്ചു. പിതാമഹൻ ശബ്ദം കേട്ട ആ ഭാഗത്തെ ലക്ഷ്യമാക്കി യാത്രയാവുകയും ചെയ്തു. അങ്ങനെ സമുദ്രതീരത്തെത്തിയപ്പോൾ ഭഗവാൻ വിരിഞ്ചൻ ആ അത്ഭുത ദൃശ്യം കണ്ടു. സമുദ്രത്തിൻ്റെ മടിയിൽ അതാ ഒരു കുഞ്ഞിരിക്കുന്നു. ബ്രഹ്മദേവൻ വരുന്നത് കണ്ട് ദേവരൂപനായ സാഗരം തലകുനിച്ചു വണങ്ങി ബ്രഹ്മാവിൻ്റെ മടിയിൽ ആ കുട്ടിയെ ഇരുത്തിക്കൊടുത്തു. ആ കുട്ടിയെ കണ്ട് അത്ഭുതപ്പെട്ടുപോയ ബ്രഹ്മദേവൻ സാഗരത്തോട് ചോദിച്ചു: സാഗര, ഈ കുട്ടി ആരുടേതാണ്? അത് കേട്ട് സാഗരം ബ്രഹ്മാവിനെ നമസ്കരിച്ചിട്ടു പറഞ്ഞു: അല്ലയോ ബ്രഹ്മാവേ, ഇത് ആരുടേതാണെന്നോ ഇവിടെ എങ്ങനെയാണ് വന്നു ചേർന്നതെന്നോ ഒന്നും എനിക്കറിയില്ല. സംഗമസ്ഥാനത്ത് വെച്ചാണ് ഞാൻ ഇവനെ കണ്ടത്. അതുകൊണ്ട് ഇനി അങ്ങ് തന്നെ ഇവൻ്റെ ആ ജാതക കർമ്മങ്ങളും മറ്റും നിർവഹിച്ചാലും. മാത്രമല്ല, ഇവൻ്റെ ഭാവിയെപ്പറ്റി അറിയുവാൻ എനിക്കും തിടുക്കമുണ്ട്. അങ്ങനെ സാഗരം പറഞ്ഞത് കേട്ട് ബ്രഹ്മദേവൻ്റെ മടിയിൽ ഇരുന്ന കുട്ടി വിധാതാവിൻ്റെ കഴുത്തിൽ പിടിച്ച് വീണ്ടും വീണ്ടും മുറുക്കി. ബ്രഹ്മദേവന് വല്ലാതെ വേദനിച്ചു. വിധാതാവിൻ്റെ കണ്ണിൽ നിന്നും അശ്രുബിന്ദുക്കൾ ഒഴുകി വീണു. അപ്പോൾ ബ്രഹ്മാവ് ആ കുട്ടിയുടെ കൈപിടിച്ചു മാറ്റിക്കൊണ്ടിങ്ങനെ പറഞ്ഞു: അല്ല സാഗരമേ, ഇവൻ്റെ ജാതകം ഇപ്പോൾ തന്നെ നാം നിന്നോട് പറയുന്നുണ്ട്. ഇവൻ മൂലം എൻ്റെ കണ്ണിൽ നിന്നും ഇതാ കണ്ണുനീര് വന്നിരിക്കുന്നു. ഇന്നു മുതൽ ഇവനൊരു യുവാവും സർവശാസ്ത്ര പാരംഗതനുമാകും. മാത്രമല്ല, ഇവൻ പരാക്രമിയും യോദ്ധാവും യുദ്ധദുർമതനും ആയിത്തീരും. യുദ്ധത്തിൽ ഇവൻ സർവരുടെയും ജേതാവും സർവസ്വത്തുക്കളുടെയും അധിപനുമായിത്തീരും. മാത്രമല്ല, ദൈത്യന്മാരുടെ രാജാവാകും ഇവൻ. ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിനെ പോലും ജയിക്കുവാൻ കഴിവുള്ള ഇവന് ഒരിക്കലും തോൽവി സംഭവിക്കുകയില്ല. മാത്രമല്ല, ഇവന് ലഭിക്കുന്ന ഭാര്യ പതിവ്രതയും സൗഭാഗ്യവതിയും സുന്ദരിയും സൽഗുണസമ്പന്നയുമായിരിക്കും. ഇത്രയും പറഞ്ഞ ശേഷം ബ്രഹ്മദേവൻ ശുക്രനെ വരുത്തി. അങ്ങനെ ആ ബാലനെ രാജാവായി അഭിഷേകം ചെയ്തു. അതിനുശേഷം സാഗരത്തോട് വിട പറഞ്ഞ് ബ്രഹ്മദേവൻ സത്യലോകത്തേക്ക് യാത്രയായി. സാഗരം വളരെയധികം സന്തുഷ്ടനായി. അദ്ദേഹം ആ ബാലനെയും കൊണ്ട് സ്വവസതിയിലെത്തി. ആ ബാലൻ അവിടെ സസന്തോഷം വളർന്നു. കാലം കടന്നു പോകവേ ഒരിക്കൽ സാഗരം കാലനേമി എന്നൊരു മഹാ അസുരനെ വരുത്തി അദ്ദേഹത്തിൻ്റെ പുത്രി വൃന്ദയെ ജലന്ധരന് വിവാഹം ചെയ്തു കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ചു. അസുരന്മാരിൽ ശ്രേഷ്ഠനും സദ്ബുദ്ധിയുമായ കാലനേമി സാഗരത്തിൻ്റെ ആ ആവശ്യം സന്തോഷപൂർവ്വം സ്വീകരിച്ചു. അങ്ങനെ വൃന്ദയും ജലന്ധരനും തമ്മിലുള്ള വിവാഹം ആഘോഷപൂർവ്വം നടന്നു. അതോടെ മുൻപൊരിക്കൽ ദേവേന്ദ്രനാൽ തോൽപ്പിക്കപ്പെട്ടിരുന്ന അസുരന്മാർ പാതാളത്തിൽ നിന്നും ഭൂതലത്തിലെത്തി ജലന്ധരനെ ആശ്രയിച്ച് നിർഭയരായി ജീവിക്കുവാനും തുടങ്ങി. ജലന്ധരൻ ഭാര്യയോടൊപ്പം
ശുക്രാചാര്യരുടെ ആ സഹായത്തോടു കൂടി രാജ്യം ഭരിച്ചു വന്നു. ഒരിക്കൽ ജലന്ധരൻ്റെ രാജ്യസഭയിൽ ശുക്രാചാര്യർ വന്നു. അങ്ങനെ അദ്ദേഹത്തെ കണ്ട് ആ സഭയിലുണ്ടായിരുന്ന സകല അസുരന്മാരും എഴുന്നേറ്റു നിന്നു വണങ്ങി. അക്കൂട്ടത്തിൽ ശിരസറ്റ രാഹുവും ഉണ്ടായിരുന്നു. സാധാരണയിൽ നിന്നും വ്യത്യസ്തമായ ഒരാളെ തൻ്റെ സഭയിൽ കണ്ട ജലന്ധരൻ രാഹുവിനെ വിളിച്ച് കാര്യമെല്ലാം ചോദിച്ചു. രാഹു ജലന്ധരനോട് തൻ്റെ ആ കഥ വിവരിച്ചു. ആ കഥ കേട്ട് ജലന്ധരൻ അത്യുഗ്രമായ കോപം ഉണ്ടാവുകയും ഇതിനെല്ലാം കാരണക്കാരനായ സാക്ഷാൽ ഭഗവാൻ മഹാവിഷ്ണുവും ദേവേന്ദ്രനും ആണെന്ന് മനസ്സിലാക്കിയ ജലന്ധരൻ അവരോട് പകരം വീട്ടുവാൻ നിശ്ചയിച്ചു. അങ്ങനെ അയാൾ ഇപ്രകാരം പറഞ്ഞു: ഈ ദേവന്മാർ എന്തൊക്കെ ആക്രമങ്ങളാണ് കാട്ടിക്കൂട്ടുന്നത്! എൻ്റെ പിതാവായ സമുദ്രത്തെ മതിച്ച് അവിടുത്തെ രത്നങ്ങൾ മുഴുവൻ തട്ടിയെടുത്തു. അമൃത് തട്ടിയെടുക്കുവാൻ ദേവന്മാരെ സഹായിച്ചു. അസുരന്മാരെ മുഴുവനും വഞ്ചിച്ച് അമൃത് തട്ടിക്കൊണ്ടുപോയി ദേവന്മാർക്ക് നൽകുകയും ചെയ്തു മഹാവിഷ്ണു. അസുരന്മാരുടെ അധ്വാനത്തിൻ്റെ ഫലം പോലും നൽകിയില്ല. ഈ രാഹു പാവം അല്പം കൊതിയോടുകൂടി ആ അമൃത് കഴിച്ചതിൻ്റെ പേരിൽ അവൻ്റെ തല വെട്ടുകയും ചെയ്തു. ഈ പാതകം ഞാൻ ഒരിക്കലും പൊറുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജലന്ധരൻ ഗസ്മരൻ എന്ന തൻ്റെ ദൂതനെ വരുത്തി ദേവന്മാരുടെ അടുക്കലേക്ക് അയച്ചു. അതിനുശേഷം ദേവാസുരന്മാർ തമ്മിൽ ഭയങ്കരമായൊരു യുദ്ധം തന്നെ നടന്നു. യുദ്ധത്തിൽ ധാരാളം പേർ മരിച്ചു വീണു. യുദ്ധത്തിൽ മരിച്ച അസുരന്മാരെ ജീവിപ്പിക്കുവാൻ അസുരഗുരുവായ ശുക്രാചാര്യർ മൃതസഞ്ജീവനി കൊണ്ടുവന്നു. ദേവന്മാരെ രക്ഷിക്കുവാൻ ദേവഗുരു ദ്രോണാദിയിൽ നിന്നും ദിവ്യ ഔഷധങ്ങളുമായി എത്തി. ഈ കാര്യം അറിഞ്ഞ ജലന്ധരൻ ദ്രോണാദ്രി ആക്രമിച്ച് സമുദ്രത്തിലേക്കെറിഞ്ഞു. അതോടെ ദേവന്മാർക്ക് രക്ഷയില്ലാതെയായി. ഇന്ദ്രൻ ഉൾപ്പെടെ സകല ദേവന്മാരും ജലന്ധരനെ ഭയന്ന് തോറ്റോടി. ഈ അവസരം മുതലെടുത്ത ജലന്ധരൻ അമരാവതി കൈക്കലാക്കി ഭരണം തുടങ്ങി. ശുംഭാദി ദൈത്യന്മാരെ ഭരണം നടത്തുവാൻ നിയോഗിക്കുകയും ചെയ്തു. അങ്ങനെ തോറ്റോടിയ ദേവസൈന്യം വൈകുണ്ഠത്തിലെത്തി ഭഗവാനെ കണ്ട് തങ്ങളുടെ സങ്കടം ഉണർത്തിച്ചു. വിഷ്ണു ഭഗവാൻ ദേവന്മാരെ ആശ്വസിപ്പിച്ചതിനു ശേഷം ജലന്ധരനുമായി യുദ്ധത്തിനൊരുങ്ങി. ഭഗവാന്റെ ഈ ഒരുക്കം കണ്ട് സാഗരത്തിൻ്റെ പുത്രിയായ ലക്ഷ്മി ദേവി വിഷ്ണു ഭഗവാനോട് യുദ്ധത്തിന് പോകരുതെന്ന് അപേക്ഷിച്ചു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു: ജലന്ധരൻ രുദ്രാംശം ആകയാലും ബ്രഹ്മദേവൻ്റെ വാക്കനുസരിച്ചും ലക്ഷ്മി ദേവിയോടുള്ള സ്നേഹത്താലും വധിക്കുകയില്ല എന്ന് പറഞ്ഞ് ലക്ഷ്മി ദേവിയെ സമാധാനിപ്പിച്ചിട്ട് യുദ്ധത്തിന് യാത്രയായി. ജലന്ധരനും ഭഗവാനും തമ്മിലുള്ള യുദ്ധം വളരെ കാലം നീണ്ടുനിന്നു. ജയിക്കാൻ മാർഗമില്ല എന്ന് കണ്ടപ്പോൾ ജലന്ധരന് വരം കൊടുത്ത് യുദ്ധത്തിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ ഭഗവാൻ നിശ്ചയിച്ചു. അങ്ങനെ ബുദ്ധിമാനായ ജലന്ധരനാവട്ടെ ആ വരബലത്താൽ ഭഗവാനെയും ലക്ഷ്മി ദേവിയെയും പരിവാരങ്ങളെയും അതിഥികളാക്കി തൻ്റെ ഭവനത്തിൽ പാർപ്പിച്ചു. നിരാശരായ ദേവന്മാർ തോറ്റു പിന്മാറി. അതോടെ ജലന്ധരൻ ദേവന്മാരുടെ സകല രത്നങ്ങളും കൈയടക്കി. ജലന്ധരനെ തോൽപ്പിക്കുവാൻ വഴി കാണാതെ കുഴങ്ങിയ ദേവന്മാർ ഒടുവിൽ കൈലാസത്തിലേക്കെത്തി ഭഗവാൻ ശങ്കരനെ സ്തുതിച്ചുകൊണ്ട് തങ്ങളുടെ ദുഃഖമറിയിച്ചു. കൂട്ടത്തിൽ വിഷ്ണു ഭഗവാനെ ജലന്ധരൻ അദ്ദേഹത്തിൻ്റെ ആ കൊട്ടാരത്തിൽ ഇരുത്തിയ വിവരവും പറഞ്ഞു. ഈയൊരു അവസരത്തിൽ നാരദമുനി ജലന്ധരൻ്റെ അടുക്കലെത്തി അയാളെ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞു: ജലന്ധര, നീ ഇന്ദ്രൻ അടക്കമുള്ള ദേവന്മാരെയും വിഷ്ണു ഭഗവാനെയും മഹാലക്ഷ്മിയെയും ഒക്കെ ഇവിടെ ഇരുത്തിയിരിക്കുകയാണല്ലേ. നിന്റെ ആ സാമർത്ഥ്യത്തെ എത്രയെത്ര പുകഴ്ത്തിയാലും എനിക്ക് മതിയാവില്ല. എങ്കിലും കൈലാസത്തിലെ സ്ത്രീരത്നങ്ങളെ കീഴടക്കുവാൻ നിനക്ക് കഴിയാതെ പോയതിൽ എനിക്ക് ലജ്ജയുണ്ട്. പക്ഷെ നിനക്കതിനുള്ള കഴിവുണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല. നാരദരുടെ അവഗണന കേട്ട് ജലന്ധരന് കലിയിളകി. അയാൾ ഉടൻ തന്നെ ഒരു വലിയ സൈന്യത്തോടൊപ്പം കൈലാസത്തിലെത്തി. തൻ്റെ യുദ്ധം ആരംഭിച്ചു ജലന്ധരൻ. ശ്രീ പരമേശ്വരനും ഗണങ്ങളും ജലന്ധരനോട് വീറോടെ പൊരുതിയിട്ടും അവനെ കീഴടക്കുവാൻ കഴിഞ്ഞില്ല. എന്താണിതിന് കാരണമെന്ന് ഭഗവാൻ ആലോചിച്ചു. വിവരം ജഗദംബിക അറിഞ്ഞു. ദേവി ദുഃഖിതയായി തീർന്നു. പാർവതീദേവി ഉടൻ തന്നെ വിഷ്ണു ഭഗവാനെ സ്മരിക്കുകയും ഭഗവാൻ ശ്രീഹരി അവിടെ എത്തിച്ചേരുകയും ചെയ്തു. ദേവി ഭഗവാനോട് ജലന്ധരൻ്റെ ഭാര്യയായ വൃന്ദയുടെ ആ പാതിവ്രത്യം നശിപ്പിക്കണമെന്നും അതല്ലാതെ അവനെ കൊല്ലാൻ മറ്റൊരു മാർഗമില്ല എന്നും അറിയിച്ചു.
അതുകൊണ്ട് തന്നെ വിഷ്ണു ഭഗവാൻ തൻ്റെ വിശേഷ ശക്തിയാൽ മായ പ്രയോഗിച്ച് വൃന്ദയെ മോഹിപ്പിച്ച് അവളുടെ ആ പാതിവൃത്യം നശിപ്പിച്ചു. പിന്നെ ഭഗവാൻ ശങ്കരന് അവനെ വധിക്കുവാൻ അധിക സമയമൊന്നും വേണ്ടി വന്നില്ല. ദേവന്മാർ ഭഗവാൻ ശങ്കരൻ്റെ സഹായത്തോടെയും ദേവിയുടെ അനുഗ്രഹത്തോടെയും വിഷ്ണു ഭഗവാന്റെ മായാപ്രയോഗത്താലും ജലന്ധരനെ തോൽപ്പിച്ചു. അനേകകാലം നീണ്ടുനിന്ന ദേവാസുര യുദ്ധം നിമിഷ നേരം കൊണ്ട് അവിടെ അവസാനിച്ചു. വിജയികളായ ദേവന്മാർ ഭഗവാനെ സ്തുതിച്ച് അനുഗ്രഹവും വാങ്ങി. എന്നാൽ ഈ ജലന്ധരൻ്റെ ഭാര്യയായ വൃന്ദയാവട്ടെ തൻ്റെ ആ പാതിവൃത്യം നശിപ്പിച്ചതിൽ കുപിതയായി വിഷ്ണു ഭഗവാനെ ശപിച്ചു. അതിനുശേഷം വൃന്ദ അഗ്നിപ്രവേശം ചെയ്തു എന്നാണ് പറയുന്നത്.